ഹായ് ഫ്രണ്ട്സ്, പ്രോബബിലിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി ഒരു രണ്ട് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ടോസ് 2 കോയിൻസ്. 2 കോയിൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ടോസ് ചെയ്യുക. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ഗിവ്സ് ടെയിൽസ്? രണ്ടും ടെയിൽ ആവാനുള്ള ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/2 ആണ്. ടെയിൽ കിട്ടാൻ 1/2 ആണ്, കാരണം രണ്ട് സൈഡാണ് ഒരു കോയിനുള്ളത്. എന്നാൽ രണ്ടും ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? നമുക്കറിയാം ഒരു കോയിൻ, രണ്ട് കോയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസാണ് ഈ രണ്ട് കോയിനുള്ളത്? ഒന്നുകിൽ ഒന്നാമത്തെ കോയിന് ഹെഡ് കിട്ടും, രണ്ടാമത്തെ കോയിനും ഹെഡ് കിട്ടും. അല്ലെങ്കിൽ ഒന്നാമത്തെ കോയിൻ ഹെഡ് കിട്ടും, രണ്ടാമത്തെ കോയിന് ടെയിൽ കിട്ടും. മൂന്നാമത്തെ പോസിബിലിറ്റി ഒന്നാമത്തെ കോയിന് ടെയിൽ കിട്ടും, രണ്ടാമത്തെ കോയിന് ഹെഡ് കിട്ടും. നാലാമത്തെ പോസിബിലിറ്റി ഒന്നാമത്തെ കോയിന് ടെയിൽ കിട്ടും, രണ്ടാമത്തെ കോയിന് അതിനും ടെയിൽ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ മുമ്പിൽ ഉള്ള പോസിബിലിറ്റി, ശരിയാണല്ലോ? അപ്പോൾ അതിൽ രണ്ടിനും ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? ഇത് നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ബോത്ത് കോയിൻസ് ഗെറ്റ് ഹെഡ്, ഓർ one first coin get head, second coin get tail, first coin get tail, second coin get head, third probability, or both coins get tails. അപ്പോൾ അതിൽ രണ്ട് പോസിബിലിറ്റീസ് എന്താണ്? ടോട്ടൽ പോസിബിലിറ്റീസ് 4 എണ്ണമാണ്. അതിൽ നമുക്ക് വേണ്ട പോസിബിലിറ്റി എന്താണ്? അത് 1 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/4 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഇത് വെച്ച് നമുക്ക് വിവിധങ്ങളായ പ്രോബ്ലംസ് ഇതൊന്ന് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, ഒന്നാമത്തെ കോയിന് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഒന്നാമത്തെ കോയിന് ഹെഡ് കിട്ടാൻ, കണ്ടോ, രണ്ട് കേസസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ രണ്ട് കേസസാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കോയിന് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 2/4 ആയിരിക്കും. ഏതെങ്കിലും ഒരു കോയിന് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? മറ്റൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു കോയിന് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ഒന്നെങ്കിൽ ഒന്നാമത്തേതാവാം, ഇതിലും ഏതെങ്കിലും ഒരു കോയിന് ഹെഡ് കിട്ടുന്നുണ്ട്, ഇതിലും ഏതെങ്കിലും ഒരു കോയിന് ഹെഡ് കിട്ടുന്നുണ്ട്. അതായത് എത്രയാണ്? 3/4 ആണ്. മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കിയാൽ എല്ലാ വാല്യൂസും എന്താണ്? ടോട്ടൽ 4ൽ എത്രയും ആവാം, അല്ലേ? ടോട്ടൽ 4ൽ ചിലപ്പോൾ 1 ആവും, ചിലപ്പോൾ 2 ആവും, ചിലപ്പോൾ 3 ആവും, ചിലപ്പോൾ 4 തന്നെ ആവും. എങ്ങനെ 4 ആവുക? ഉദാഹരണത്തിന് ചോദ്യം ഇതാണെന്ത്: ഏതെങ്കിലും ഒരു കോയിനിൽ ഹെഡോ ടെയിലോ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? 4 പോസിബിലിറ്റീസിലും എന്ത് കിട്ടും? അത് കിട്ടും. അതുകൊണ്ട് പ്രോബിലിറ്റി എന്തായിരിക്കും? 4/4 ഈക്വൽ ടു 1 ആയിരിക്കും. സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്കുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കോയിൻ ഹെഡ്, സെക്കൻഡ് കോയിൻ ഹെഡ്, ഫസ്റ്റ് കോയിൻ ഹെഡ്, സെക്കൻഡ് കോയിൻ ടെയിൽ, ഫസ്റ്റ് കോയിൻ ടെയിൽ, സെക്കൻഡ് കോയിൻ ഹെഡ്, ബോത്ത് കോയിൻസ് ടെയിൽ. ഈ ഒരു ഇതിനെ നമ്മൾ ഈവൻറ്റുകൾ എന്നാണ് വിളിക്കുക. കാരണം ഓരോ ട്രൈയും ഓരോ ഈവൻ്റാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതാണ് ഇതിന് മാക്സിമം കിട്ടാവുന്ന 4 പോസിബിലിറ്റീസ്. ഈ എല്ലാ പോസിബിലിറ്റീസിനെയും വിളിക്കുന്ന പേരാണ്, മാത്സിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഇതൊരു പക്ഷേ 10ാം ക്ലാസ്സിലൊന്നും പഠിക്കാനുണ്ടാവില്ല, പക്ഷേ മറ്റ് ക്ലാസ്സുകളിൽ ഈ പേര് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെ എല്ലാ പോസിബിലിറ്റീസിനും വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ഏതൊരു ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി, ഏതൊരു പോസിബിലിറ്റിയും എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ നമ്മൾ അപ്പോൾ പ്രോബബിലിറ്റിയുടെ വാല്യൂ, ഏതൊരു ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും <= 1 ആയിരിക്കും. ചിലപ്പോൾ 0 ആവാം. 0 എപ്പോഴാവുക? ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പറയുകയാണെന്ത്, ഒരു ഡൈസ് ത്രോ ചെയ്യണം. ഡൈസിൽ നമുക്കറിയാം പല വാല്യൂസ് ഉണ്ടാവും. 1, 2, 3 up to 6 വാല്യൂസ് ഉണ്ടാവും. അതിൽ 7 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? അപ്പോൾ ഇവിടെ ഡൈസ് ഡ്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് നമുക്ക് ആദ്യം നോക്കാം, അല്ലേ? സാമ്പിൾ സ്പേസ് എന്താണ്? 1, 2, 3, 4, 5, 6, അല്ലേ? ഒരു ഡൈസ് ഡ്രോ ചെയ്യുമ്പോൾ ഒന്ന് കിട്ടാം, അല്ലെങ്കിൽ 2 കിട്ടാം, അങ്ങനെ 6 വരെ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടാം. ഇതിൽ 7 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 7 ഇതിലേതെങ്കിലും ഒന്ന് കിട്ടുമോ? ഇല്ല. അപ്പോൾ 0/6 ഈക്വൽ ടു 0 ആണ് എന്ത്? 7 കിട്ടാനുള്ള പ്രോബിലിറ്റി. അതായത് പ്രോബിലിറ്റിയുടെ വാല്യൂ 0 മുതൽ 1 വരെ ഏത് സംഖ്യയും ആവാം. അത് നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിനെ അനുസരിച്ചിരിക്കും. ഇനി ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം.
വൺ ഹാസ് ടു ചൂസ് എ 2-digit നമ്പർ. ഒരു 2-digit നമ്പർ നമുക്ക് ചൂസ് ചെയ്യണം. ഓക്കെ, 2-digit നമ്പർ, വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി എന്താണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് നമുക്കൊന്ന് എഴുതാമല്ലോ. 2-digit നമ്പർ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 10 മുതൽ 11, 12, 13 എക്സെട്ര അപ് ടു 99 അല്ലേ? ഇതാണ് 2-digit നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ്. ശരിയാണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇനി നമുക്ക് ഈ 2-digit നമ്പേഴ്സിലുള്ള സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 2-digit നമ്പേഴ്സിൽ ഫസ്റ്റ് വരുന്ന സ്ക്വയർ 3 സ്ക്വയർ നമുക്കറിയാം 9 ആണ്. ഇത് 2-digit അല്ല. 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ എന്താണ്? 100 ആണ്. ഇതാണ് നമ്മുടെ പോസിബിലിറ്റീസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? നമുക്കറിയാം 1, 2, 3, 4, 5, 6 പോസിബിലിറ്റീസാണ് വരാനുള്ളത്. ടോട്ടൽ എത്ര സംഖ്യകളുണ്ട് സാമ്പിൾ സ്പേസിൽ? 10 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? നമുക്കറിയാം അത് 90 നമ്പേഴ്സാണുള്ളത്. 16 ആവണം, അല്ലെങ്കിൽ 25 ആവണം, അല്ലെങ്കിൽ 36 ആവണം, 49 ആവണം, 64 ആവണം, 81 ആവണം. നമ്മുടെ സാമ്പിൾ സ്പേസ് എഴുതി നോക്കി. ഇതുപോലെ ഏത് പ്രോബ്ലംസും നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ, അതാണല്ലോ നമ്മുടെ ചോദ്യം. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ടോട്ടൽ 90 നമ്പേഴ്സിൽ ഏതൊക്കെ വരണം? ഒന്നുകിൽ 25. ഓക്കെ, അങ്ങനത്തെ എത്ര സംഖ്യകളുണ്ട്? 6 സംഖ്യകളാണുള്ളത്. അതായത് നമ്മുടെ പ്രോബബിലിറ്റി എത്രയാണ്? 6/90 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഇതിലെത്ര 2/30 ഈക്വൽ ടു 1/15 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/15 ആണ്. ഇതേപോലെ നമുക്ക് വിവിധങ്ങളായ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് പോസിബിലിറ്റി ആവുന്നതാണ്. നേരത്തെ പറഞ്ഞ 2-digit നമ്പറിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൺ നമ്പർ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഡൗട്ടുകൾ ചോദിക്കാൻ മറക്കേണ്ടതില്ല. താങ്ക് യു.